ഹലോ. ഇന്നത്തെ നമ്മുടെ യാത്ര ബേപ്പൂരിലേക്കാണ്. ബേപ്പൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബേപ്പൂർ സുൽത്താൻ. അതെ, നമ്മുടെ ഇമ്മിണി വലിയ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. അതെ, നമ്മൾ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്കാണ്. കോഴിക്കോടുള്ള സർഗ കൈരളി പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന പുതിയ കവിതാ സമാഹാരത്തിൽ എന്റെ ഒരു കവിതയുണ്ട്. ആ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്ക് പോകുന്നത്. പ്രകാശനം ചെയ്യുന്നത് പ്രദീപ് ഹുഡിനോ എന്ന മജീഷ്യനും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകനായിട്ടുള്ള അനീസ് ബഷീറും കൂടിയാണ്. അങ്ങനെ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ, ഞാൻ ഒറ്റക്കല്ലട്ടാ, എന്റെ കൂടെ എന്റെ പെങ്ങളും അളിയനും പിന്നെ എന്റെ സഹധർമ്മിണി ഷെഹലയും പെങ്ങളെ 2 മക്കളും കൂടെ ഉണ്ട്. ഇവിടെ വന്നപ്പോ മോനമാശയും പ്രിയ സുഹൃത്ത് മാജിദയും കൂടി കാണാൻ പറ്റി. അവരുടെ കവിതകളും ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ നാട്ടുകാരായിട്ടുള്ള ബബിതത്താത്തയും ബഷീറിന്റെ ചരിത്രശേഷിപ്പുകൾ അടങ്ങിയിട്ടുള്ള മുറി ഞങ്ങൾ സന്ദർശിച്ചു. പ്രതിപാദിക്കുന്ന മാംഗോ സ്റ്റിൻഡ്രയാണത്. ഇതിന് താഴെ അനീസ് ബഷീറിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. പ്രദീപേട്ടന്റെ മാജിക്കിൽ ഷേലയും പിന്നെ പെങ്ങളെ മകൻ റനീമും പങ്കെടുത്തു. അങ്ങനെ എന്റെ മറ്റൊരു കവിത കൂടി അച്ചടിമശി കണ്ടതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്നും പോകും. അപ്പൊ ശരി.